എടി എടി സുമതി. ഓ, കിടന്ന് കാറണ്ട, ഞാനിവിടെ ഉണ്ട്. എന്താ മനുഷ്യ? എടി ആ ഭാസ്കരൻ ഇപ്പൊ എന്നെ വിളിച്ചിരുന്നു. വിശ്വനാഥ് ഹിന്ദു തമ്പുരാട്ടി നാളെ ഇവിടെ കാണാൻ വേണ്ടി ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന്. ഏ, സത്യം മനുഷ്യ? അതേന്നേ കേട്ടപ്പോ എനിക്കും വിശ്വാസം വന്നില്ല. ഓ, എന്റെ ദേവി. കാര്യങ്ങൾ എന്തായാലും ഞാൻ വിചാരിച്ച പോലെ തന്നെയാ നടക്കണേ. ഇനി എന്ത് വില കൊടുത്തും ഞാനിത് നടത്തും. ഹ, ഇത്രയൊക്കെ ആയില്ലേ? ഇനി എന്തായാലും ഇത് നടക്കും. വേറെ ആരാ പ്രാന്തൻ ചെക്കനെ കെട്ടാനായിട്ട്? മോളെ, നീ എന്തായാലും ഭാഗ്യം ചെയ്തോണ്ട് തന്നെയാ. ഉം അപ്പൊ ശരി, നാളത്തേക്ക് വേണ്ട കാര്യങ്ങൾ വേഗം റെഡിയാക്കണം. ഹ, അതൊക്കെ നമുക്ക് ചെയ്യാം. നിങ്ങൾ ആദ്യം പോയി ആ ടെക്സ്റ്റൈൽസിൽ വിളിച്ച് ലീവിന് പറയും. ആ ആ എന്നാ ഞാൻ അതിനു വേണ്ടി നോക്കട്ടെ. ഞാൻ എന്തായാലും പുറത്തേക്ക് പോകുന്നുണ്ട്. നീ നാളത്തേക്ക് വേണ്ടി മേടിക്കാനുള്ള സാധനങ്ങളുടെ ലിസ്റ്റ് തയ്യാറാക്കൂ. ഞാൻ അപ്പോഴേക്കും വിളിച്ചു പറയട്ടെ. ആ, ശരി എന്നാ. അടിപൊളി. അപ്പൊ കാര്യങ്ങളൊക്കെ സെറ്റായില്ലേ? ഏയ്, അങ്ങനെ സെറ്റായിട്ടൊന്നുമില്ല. അവര് വന്ന് കണ്ടെന്നെ ഇഷ്ടപ്പെടണം. പിന്നെ ജാതകമൊക്കെ നോക്കിയിട്ടേ കല്യാണം ഉറപ്പിക്കുള്ളൂ. എടി, ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഇനി എന്താ, ഇത് നടക്കും. അവർക്ക് ഇനി വേറെ ഓപ്ഷൻ ഇല്ലല്ലോ. ആ, അതിലാണ് എന്റെ ആകെയുള്ള ഒരു പ്രതീക്ഷ. അല്ലടി, നീ മറ്റവനെ ഒഴിവാക്കിയോ? ആ ശ്രീജിത്ത് അവനോട് കാര്യം പറഞ്ഞോ? ഏയ്, ആദ്യം ഇതൊന്ന് ഉറപ്പിക്കട്ടെ എന്ന് വെച്ചിട്ടാ. എന്നിട്ട് വടിയെ പറഞ്ഞ് മനസ്സിലാക്കാം. ഇനിയിപ്പോ അയാളെ സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ പറയും, അമ്മയും അച്ഛനും നമ്മുടെ ഈ ബന്ധത്തിൽ അംഗീകരിക്കില്ല, അവർ ആത്മഹത്യാ ഭീഷണി മുഴക്കി, എനിക്ക് വേറെ വഴിയില്ല എന്നൊക്കെ. അതിലയാൾ വീഴും. കാരണം ഇച്ചിരിയൊക്കെ ഫാമിലി സെന്റിമെന്റ്സ് ഉള്ള ആളാ. എനിക്ക് ചെറിയൊരു വിഷമൊക്കെ ഉണ്ട്. ഇത്ര നാളും സ്നേഹിച്ച ആളല്ലേ. പക്ഷേ എന്റെ നല്ലതിന് വേണ്ടി എനിക്കിത് ചൂസ് ചെയ്തേ പറ്റൂ. നീ അത് വിട്, ഇനി ഇതിൽ ഫോക്കസ് ചെയ്യും. ആ, ദേ നോക്കിയടി, ആരൊക്കെയാ വരണേന്ന്. വാ, നമുക്കൊന്ന് പോയി മുഖം കാണിച്ചു വരാം. ഓ, എന്തൊരു തിരക്കായിരുന്നു ബസ്സില്. ആ ശരിയാ, എനിക്ക് കുറെ ചവിട്ടും കുത്തും കിട്ടി. നമുക്കിനി ഈ ബസ്സിൽ വരണ്ട. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുള്ള സുൽത്താനയില്ലേ, അതിൽ കയറിയാ മതി. അതാവുമ്പോ പിന്നെ സമാധാനത്തിലിരുന്ന് അങ്ങോട്ട് വരാം. ആ ശരിയാ, ആ ബ്രേക്ക് ഇട്ടപ്പോ കമ്പിയിലടിച്ചിട്ട് എന്റെ കൈ വേദനയ്ക്കുണ്ട്. ഏ, നല്ല വേദന ഉണ്ടോടി? ഏയ്, അത്ര കാര്യമായിട്ടൊന്നുമില്ല. അത് വീട്ടിൽ ചെന്നിട്ട് കുഴമ്പിട്ട് കുളിച്ചാൽ മാറിക്കോളും. ഓഫ്, കോപ്പ്. ഏ, അങ്ങോട്ട് നോക്ക്. ഓ, അധികം മൈൻഡ് ചെയ്യണ്ട. എന്നിട്ട് നീങ്ങി വാ, നമുക്ക് അപ്പുറത്തേക്കൂടെ പോവാം. ദേശാലു, അവരെങ്ങാനും ഇനി ഇങ്ങോട്ട് വന്ന് വഴക്കിനൊന്നും നിക്കണ്ട കേട്ടോ. അയ്യടാ, ഇങ്ങോട്ട് വന്ന് ചൊറഞ്ഞ അങ്ങോട്ട് കയറി മാന്തും. അല്ല, ഓഫ്, ഇവളെ കൊണ്ട്. ഹലോ, എന്താ കണ്ടിട്ടും കാണാത്ത പോലെ പോകുന്നേ? അയ്യോ, അടിയങ്ങളോട് പൊറുക്കണം. ഇനി തമ്പുരാട്ടെ കാണുമ്പോ സാഷ്ടാംഗം അങ്ങ് വീണ് പ്രണമിച്ചേക്കാം. എന്തേ? നീയൊക്കെ സാഷ്ടാംഗം വീണ് പ്രണമിക്കേണ്ടി വരും. അതെന്താ, ഇവിടുത്തെ സ്ഥലം മൊത്തം ഇവളുടെ ബ്രോക്കർ തന്നപ്പൊടി വിലക്ക് വാങ്ങിയ? ശാലു, ഡേ വേണ്ട. പിന്നെ നീ നേരത്തെ ചോദിച്ചതിനുള്ള ഉത്തരം, എന്റെ അച്ഛനല്ല, എന്നെ കെട്ടാൻ പോകുന്നവൻ. ആളൊന്ന് മനസ്സ് വെച്ചാ ഈ സ്ഥലം മാത്രല്ല, നിങ്ങളുടെ ഒക്കെ വീടും പറമ്പും വരെ പുഷ്പം പോലെ കൈക്കലാക്കാൻ പറ്റും. ആണോ? ശോ, അറിഞ്ഞില്ല. ഈ വട്ടം ഏത് പണച്ചാക്കിനെയാ മോള് വല വീശി പിടിച്ചേക്കണേ? നല്ല അസൂയുള്ളോണ്ടാ നീയൊക്കെ ഇങ്ങനെ പറയണേ. അവരെ ഇങ്ങോട്ട് വന്ന് ചോദിക്കുക ചെയ്തത്. സത്യം, നാളെ ആ കൂട്ടർ എന്നെ പെണ്ണ് കാണാൻ വരും. ആരാന്നറിയണ്ടേ? മംഗലശ്ശേരി ഗ്രൂപ്പ്സ് എന്ന് കേട്ടിട്ടുണ്ടോ? മംഗലശ്ശേരി വിശ്വനാഥ വർമ്മയുടെ ഏകപുത്രൻ രുദ്രദേവ് വിശ്വനാഥ വർമ്മ. ആരാ? യെസ്, മംഗലശ്ശേരി ഗ്രൂപ്പ്സിന്റെ കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കളുടെ ഏക അവകാശി രുദ്രദേവ് വിശ്വനാഥ വർമ്മ. എന്തു പറ്റി? വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലേ? പാവങ്ങള് കേട്ടതിന്റെ ഷോക്കില് തരിച്ചു നിൽക്കുക. പിന്നെ മാളു,
നീ എന്നെ പ്രാഗൊന്നും ചെയ്തേക്കല്ലേ? എന്താ? അല്ല, നിന്റെ ദോഷം കാരണം നിന്റെ കല്യാണം ഒന്നും നടക്കാത്തയില് മനസ്സിൽ എന്നോടുള്ള വല്ല ദുഷിപ്പും വെച്ചിട്ട് നിർത്തടി. കുറെ നേരായല്ലോ നിന്റെ ഈ പ്രസംഗം തുടങ്ങിയിട്ട്. ഇത്രയ്ക്ക് അങ്ങോട്ട് അഹങ്കരിക്കാനായിട്ട് അയാൾ നിന്നെ കെട്ടി കൊണ്ടുപോയിട്ടൊന്നുമില്ലല്ലോ. നിനക്കിപ്പോ ഒരു വിചാരം കാണും നീ എന്തോ വലിയ കാര്യമായിട്ട് നേടിയിരിക്കാന്ന്. പിന്നെ നീ എന്തോ വലിയ സംഭവമാണ്. സത്യത്തിൽ ഇവളെ പറ്റി പറയാൻ എന്ത് യോഗ്യതയാടി നിനക്കുള്ളത്? ആരാന്റെ കയ്യിലത്തെ പുത്തമണം കണ്ടിട്ട് ആ നെഗളിപ്പും കൊണ്ട് ഞങ്ങളുടെ മെക്കട്ടേക്ക് കയറാൻ വന്ന പൊന്നു മോളെ, നീ വിവരം അറിയും. പിന്നെ നീ എന്താ പറഞ്ഞത്? അവര് പെണ്ണന്വേഷിച്ച് ഇങ്ങോട്ട് വന്നതാണോ? ആ, ബെസ്റ്റ്. നിന്നെ പെണ്ണന്വേഷിച്ച് അവർ ഇങ്ങോട്ട് വന്നതാണെങ്കിൽ പൊന്നു മോളെ, നീ ഒരു കാര്യം ഉറപ്പിച്ചോ, അവർക്ക് നിന്നെ പറ്റി ഒരു ചുക്കും അറിയില്ല. അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഈ ജില്ല വിട്ടോളും. പാവാ മനുഷ്യൻ. അങ്ങവരുടെ തലയ്ക്ക് മീതെ കണ്ടകശനി മൂർധന്യാവസ്ഥയിൽ എത്തി നിൽക്കാന്നാ തോന്നണേ. അല്ലാണ്ട് പെണ്ണന്വേഷിച്ച് നിന്റെ അടുക്കലേക്ക് വരൂ? നീ അടങ്ങടി. വല്ലാണ്ടങ്ങ് ചൊറിയാൻ വന്ന നിന്റെ സകലമായ ചരിത്രവും ഞാൻ ചിലപ്പോ അവർക്ക് മുമ്പിൽ അങ്ങ് വിളമ്പി കൊടുക്കും. എന്തേ, വേണോ? അത് വേണ്ടെങ്ങ മോളൊന്ന് പൊടിക്കൊതുങ്ങിക്കോ. ഒരു പെണ്ണിന്റെ ജീവിതം തകർക്കാൻ അത്രയും കണ്ണിച്ചോരില്ലാത്തവരല്ല ഞങ്ങള്. കണ്ണിച്ചോരില്ലാത്ത വർത്താനവും പറയാറില്ല. നിനക്കിനി ചെയ്യാൻ പറ്റുന്നത് ഇനി ഒന്നേ ഉള്ളൂ. നിന്റെ ഈ വൃത്തികെട്ട സ്വഭാവം മാറ്റി മര്യാദയ്ക്കൊന്ന് ജീവിക്കാൻ നോക്ക മനുഷ്യരെ പോലെ. ഇനി നിന്റെ വായേന്ന് ഇവളെ വേദനിപ്പിക്കുന്ന എന്തേലും പുഴുത്ത വർത്തമാനെങ്ങാനും വന്ന നിന്റെ കവിളത്ത് എന്റെ ഈ 5 വിരലിന്റെ പാടുപതിയും. നിനക്ക് മാത്രല്ല നിന്റെ ഈ വാലുകൾക്കും കിട്ടും. പറഞ്ഞില്ലെന്ന് വേണ്ട കേട്ടോടി. അഴിമാറ്. വാ മാളു, നമുക്ക് പോവാം. എന്താ മോളെ ഇത്? ആ വട്ടത്തി ഓരോന്ന് പറയണേ കേട്ടിട്ട് നീ എന്തിനാ കണ്ണു നിറയ്ക്കാൻ നിൽക്കണേ? വെറുതെ ഒന്നും ആലോചിച്ച് കൂട്ടണ്ട. അവൾ പറയുന്നതൊന്നും മനസ്സിലേക്ക് എടുക്കാൻ വേണ്ട. വാ, കണ്ണുടക്കി, അല്ലെങ്കിൽ വീട്ടിൽ ചെല്ലുമ്പോ അവരാകെ പരിഭ്രമിക്കും. വാ. മോളെ, അച്ഛാ, അകത്തേക്ക് വാ. എന്താടാ, എന്തു വെച്ച എന്റെ കുഞ്ഞിന്? മുഖൊക്കെ ആകെ നീര് വെച്ച പോലെ. കരഞ്ഞോ മോളെ നീ? അതെ അച്ഛാ, എനിക്ക് പ്രശ്നമൊന്നുമില്ല. അത് ഇന്ന് കുറെ നല്ല വർക്ക് ലോഡ് ഉണ്ടായിരുന്നു. പിന്നെ റെസ്റ്റ് എടുക്കാനും സമയം കിട്ടിയില്ല. അതായിരിക്കും എനിക്ക് നല്ല ക്ഷീണം തോന്നുന്നുണ്ട്. കിടന്നാ മാറും. എന്ന് വെച്ചിട്ട് ഭക്ഷണം കഴിക്കാതെ എങ്ങനെയാ കുഞ്ഞാ? അമ്മയോട് പറഞ്ഞ കഞ്ഞി ഉണ്ടാക്കി തരട്ടെ? 1 മിനിറ്റ്, ഇപ്പൊ വരാം. വേണ്ട അച്ഛാ, ഇനി കഞ്ഞിയും കൂടി കുടിച്ചാ ഛർദിക്കും. എനിക്കൊന്ന് കിടന്നാ മതി. ആണോ? എന്നാ മോള് കിടന്നു. എന്താവശ്യമുണ്ടെങ്കിലും വിളിക്കണേ. അച്ഛാ. മോള് കിടന്നു. എന്താ മാധവേട്ടാ, മോൾ എനിക്കില്ലേ? വേണ്ട ജാനകി, അവളെ എണീപ്പിക്കണ്ട. ഉറങ്ങിക്കോട്ടെ, നല്ല ക്ഷീണുണ്ട്. അതെങ്ങനെ ശരിയാവും ഒന്ന് കഴിക്കാണ്ട്? അത്താഴ പട്ടിണി കിടക്കാനോ? ഇപ്പൊ അവൾക്ക് വേണ്ടത് നല്ല വിശ്രമ ജാനകി. അതുകൊണ്ട് നമ്മളാരും ചെന്ന് ശല്യപ്പെടുത്താണ്ടിരിക്കുന്നതാ നല്ലത്. പിന്നെ അത്താഴമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് നീയോ അല്ലെങ്കിൽ അമ്മോ ആരെങ്കിലും അവളുടെ കൂടെ ഒന്ന് ചെന്ന് കിടക്കുക. അല്ല, രാത്രിയിൽ എന്തെങ്കിലും അത്യാവശ്യം വന്നാ. ശരി. നമസ്കാരം. നമസ്കാരം. വഴി കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടിയോ? ഹേയ്, ഇല്ലില്ല. ഭാസ്കരൻ കൂടെ ഉണ്ടായിരുന്നല്ലോ, പിന്നെ പ്രശ്നം ഉണ്ടായില്ല. ശരി ശരി. വരൂ, അകത്തേക്ക് ഇരിക്കാം. അല്ല തമ്പുരാൻ, മകൻ വന്നില്ലേ? ക്ഷമിക്കണം, അത് പിന്നെ അവന് രാവിലെ തൊട്ട് ചെറിയൊരു അസ്വസ്ഥത. കൂടെ കൂട്ടാൻ പറ്റിയൊരു അവസ്ഥയിലായിരുന്നില്ല. അതുകൊണ്ട് മനസ്സിലായി തമ്പുരാൻ. അതൊന്നും സാരില്ല.
അല്ലെങ്കിലും ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കാരണവന്മാരല്ലേ ആദ്യം തീരുമാനിക്കണ്ടേ. ആ, ഇതെന്റെ ഭാര്യ സുമതി. നമസ്കാരം. ആ, നമസ്കാരം. സുമതി, നീ പോയി മോളെ വിളിച്ചിട്ടോ. ആ, ശേഖര, നമുക്ക് എന്തായാലും കാര്യത്തിലേക്ക് കടക്കാം. കാര്യങ്ങളൊക്കെ ഭാസ്കരൻ തന്നോട് പറഞ്ഞിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ആ, അതോർത്ത് തമ്പുരാൻ വിഷമിക്കണ്ട. കാര്യങ്ങളൊക്കെ ഭാസ്കരൻ എന്നോട് മുന്നേ പറഞ്ഞിരുന്നു. തമ്പുരാൻ ഒന്നുകൊണ്ട് പേടിക്കണ്ട. എന്റെ മോള് തമ്പുരാന്റെ മോനെ പൊന്നു പോലെ നോക്കിക്കോളൂ. പിന്നെ അവളുടെ വിവാഹം ഏകദേശം തീരുമാനമായി വന്നതായിരുന്നു. അവസാന നിമിഷം ഒരു സ്ത്രീധനത്തിന്റെ കാര്യം പറഞ്ഞ് മുടക്കി. ആ, അതിന്റെ വിഷമത്തിലായിരുന്നു എന്റെ മോൾ കുറച്ചു നാള്. ഉം, തന്റെ വിഷമം എനിക്ക് മനസ്സിലായി. ഞങ്ങൾക്ക് എന്തായാലും പൊന്നും പണമൊന്നുമല്ല, ഞങ്ങളുടെ മോനെ സ്നേഹിക്കാൻ പറ്റുന്ന നല്ലൊരു പെൺകുട്ടി, അവൻ എന്തുകൊണ്ടും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പെൺകുട്ടിയാണ് ആവശ്യം. അങ്ങനെ നോക്കുകയാണെങ്കിൽ തമ്പുരാൻ, എന്റെ മകള് തന്നെയാണ് തമ്പുരാന്റെ മകന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള പെൺകുട്ടി. എന്റെ മകളായോണ്ട് പറയല്ല, നല്ല സ്നേഹമുള്ള കുട്ടിയാ. ആ, ഉം. ആ, വന്നല്ലോ. ഇതാണ് തമ്പുരാൻ എന്റെ മോള് സുപ്രിയ. മൂത്തവൻ ഒരുത്തനുണ്ട് സുദേവ്. അവനങ്ങ് ബാംഗ്ലൂരിലാ. ക്യാമ്പസ് പ്ലേസ്മെന്റ് കിട്ടി അവിടെ ജോലി ചെയ്യുന്നത്. മോളിപ്പോ എന്ത് ചെയ്യുന്നു? ഞാനിപ്പോ പ്രൈവറ്റ് ആയിട്ട് ഒരു ഇന്റേൺഷിപ്പ് വർക്ക് ചെയ്തോണ്ടിരിക്കുക, ടെലികോമില്. പഠിച്ചു കഴിഞ്ഞിട്ട് കുറച്ച് നാളായി ഇപ്പോൾ അവളവിടെ ജോലി ചെയ്യുന്നു. ഇനിയിപ്പോ അതിന്റെ ആവശ്യമില്ലല്ലോ. ഏ, ആ, അതെന്താ? അല്ല, മംഗലശ്ശേരിയിലെ ഭാവി മരുമോള് ഇങ്ങനത്തെ ഒരു ചെറിയ കമ്പനിയിൽ വർക്ക് ചെയ്യാന്ന് പറഞ്ഞാ നാണക്കേടല്ലേ? എന്ത് നാണക്കേട്? എല്ലാ ജോലികൾക്കും അതിൻ്റെതായ മാന്യതയും മഹത്വമുണ്ട്. പിന്നെ താഴത്തെ പടി ചവിട്ടിയിട്ട് തന്നെയല്ലേ ഉയരങ്ങളിലേക്ക് എത്താൻ പറ്റൂ. ആ, അതെ അതെ, അത് തമ്പുരാട്ടി പറഞ്ഞത് ശരിയാ. ആ, ഉം. പിന്നെ മോളെ, വിവാഹം ഇപ്പൊ കഴിഞ്ഞാലും മോളുടെ ഇഷ്ടത്തിനൊന്നും ഞങ്ങൾ തടസ്സം നിൽക്കില്ല. ജോലിക്ക് പോകണമെങ്കിൽ പോവാം, അല്ലെങ്കിൽ വേണ്ട. ഓരോരുത്തർക്കും ഉണ്ടാവില്ലോ ഓരോ ഡ്രീംസും ആംബിഷൻസും ഒക്കെ. ഏ, ഉം, അങ്ങനെയാണെങ്കിൽ മംഗലശ്ശേരിയിലെ ഏതെങ്കിലും കമ്പനിയിൽ ഇവളെ കയറ്റിയാൽ മതി. അതാവുമ്പോ സ്വന്തം കമ്പനി കൂടി ആവുമല്ലോ. നീ ഒന്നും മിണ്ടാതിരിക്കും സുമതി. അവള് വെറുതെ. പിന്നെ ശേഖര, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. കല്യാണം ഉറപ്പിക്കുന്നതിന് മുന്നേ രണ്ടുപേരുടെയും ജാതകം തമ്മിലൊന്ന് നോക്കണം. അതിൽ പൊരുത്തമുണ്ടെങ്കിൽ മാത്രമേ കല്യാണത്തിന് ഉറപ്പ് പറയാൻ പറ്റുള്ളൂ. പിന്നെ കുട്ടികളും കൂടി നേരി കണ്ടൊന്ന് സംസാരിക്കട്ടെ, ആ, എന്നിട്ട് നോക്കാം. ആ, അതൊക്കെ തമ്പുരാൻ പറയണ പോലെ. ഇപ്പൊ നിങ്ങൾ ചായ കുടിക്ക്. ഉം, ഉം, ആ, അപ്പോ ശരിയിടോ എന്നാ. തനിക്ക് പറ്റുന്നൊരു ദിവസം നോക്കി പറ. നമുക്ക് ജാതകത്തിന്റെ പൊരുത്തം നോക്കാൻ പണിക്കട്ടടുത്തേക്ക് ഒന്ന് പോവാം. ആ, ശരി തമ്പുരാൻ, അങ്ങനെ ആവട്ടെ. ആ, ശരിടോ. പോട്ടേടോ ശേഖര. ആ, ശരിടോ, പോയിട്ട് വാ. ഉം, ശരിയായാ മതിയായിരുന്നു. ഉം, ഞാനൊന്നും പറയുന്നില്ല. ആ, രാഘവേട്ട, ആ ജംഗ്ഷന്റെ അവിടെ നിന്ന് നിർത്തണേ. ഞാൻ ആ ജംഗ്ഷന്റെ അവിടെ ഇറങ്ങിക്കോളാം തമ്പുരാൻ. എനിക്ക് പോയിട്ട് കുറച്ച് ധൃതിയുണ്ട്. എന്താ തീരുമാനം എന്ന് എന്നെ ഫോൺ ചെയ്ത് അറിയിച്ചാൽ മതി. ആ, ശരിടോ, അങ്ങനെ ആവട്ടെ. കാണാം. ആ, ശരി. ഉം. എന്തു പറ്റിയിടോ? ആകെ വല്ലാതെ. ഏ, ഒന്നുമില്ല വിശ്വേട്ടാ. എനിക്കെന്തോ ഈ ബന്ധം അത്ര ശരിയാവില്ല എന്നൊരു തോന്നല്. ഉം, നമുക്ക് വീട്ടിലെത്തിയിട്ട് സംസാരിക്കാം. ആ, അല്ല, രാഘവേട്ടൻ എന്താ അകത്തേക്ക് വരാതിരുന്നേ? ഏയ്, ഒന്നുമില്ല വിശ്വം കുഞ്ഞെ. ഞാൻ ഞാൻ അകത്തേക്ക് വന്നാൽ ശരിയാവില്ല. ഏ, അതെന്താ രാഘവേട്ടാ? പറയണോണ്ടൊന്നും തോന്നല്ലേ മോനെ. ഈ ബന്ധം വേണോ നമ്മുടെ ഉണ്ണിക്ക്? അത് അയാളെ പറ്റി നല്ല അഭിപ്രായമല്ല പൊതുവെ നാട്ടില്. പിന്നെ അങ്ങോരുടെ ഭാര്യ, ഓഫ്, പരദൂഷണത്തിനും പൊങ്ങച്ചത്തിനും കയ്യും കാലും വെച്ച പോലത്തെ ഒരു സാധനം അത്.
നിങ്ങൾ ഇങ്ങോട്ടാണ് വരുന്നതെന്ന് ആ ഭാസ്കരൻ വഴി പറഞ്ഞു തന്നപ്പോഴാ മനസ്സിലായി. അല്ലെങ്കിൽ മുൻപേ ഒരു സൂചന ഞാൻ തന്നേനെ. എന്തായാലും മോന്റെ ജീവിത പ്രശ്ന ഒന്നുകൂടി നന്നായി ഒന്ന് ആലോചിച്ചിട്ട് തീരുമാനം എടുക്കുന്നതാവും നല്ലത്. നിങ്ങൾ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലായി. പക്ഷേ നമ്മുടെ ഭാഗത്തുനിന്നും ഉണ്ടല്ലോ കുറ്റവും കുറവൊക്കെ. എന്തായാലും വീട്ടിലെത്തിയിട്ട് ബാക്കി തീരുമാനിക്കാം. ഏ ഇതേതാ മുറ്റത്ത് വേറൊരു വണ്ടി? ആഹാ, അമ്മ എത്തിയോ? ആ മമ്മി. അമ്മ നേരത്തെ വന്നോ? ആ പ്രതീക്ഷയിലും നേരത്തെ എനിക്ക് തൊഴുതിറങ്ങാൻ പറ്റി. പിന്നെ വഴിയിലങ്ങനെ തിരക്കൊന്നും ഉണ്ടായില്ല. അതുകൊണ്ടാ നേരത്തെ ഇങ്ങെത്താൻ പറ്റിയത്. നിങ്ങളെ വിളിച്ചറിയിക്കാനും എനിക്ക് പറ്റിയില്ല. അങ്ങോട്ടേക്ക് ഉണ്ണിയുടെ കാര്യത്തിന് വേണ്ടി ഇന്നാണ് പോണത് എന്നുള്ളത് ഞാനങ്ങ് മറക്കുകയും ചെയ്തു. എന്നിട്ട് പോയ കാര്യം എന്തായി? അതൊക്കെ പറയാം. അമ്മ ആദ്യം പോയിട്ടൊന്ന് ഫ്രഷ് ആയി വാ. ഈ യാത്രാക്ഷീണം ഒന്ന് മാറട്ടെ, എന്നിട്ട് എന്തേലും കഴിക്ക്. എനിക്ക് പ്രശ്നമൊന്നുമില്ല കുട്ടിയെ. ഞങ്ങള് വരണ വഴിക്ക് കഴിച്ചിട്ടാ വന്നേ. പിന്നെ ദിനകരന് എന്തേലും കുടിക്കാൻ കൊടുത്തോളൂ. അയ്യോ, എനിക്കൊന്നും വേണ്ട തമ്പുരാട്ടി. എടോ ദിനകരാ, അത്രയിടം വരെ നീ യാത്ര ചെയ്യേണ്ടതല്ലേ? ഒന്ന് പോയി വിശ്രമിച്ചോളൂ. ആ ശരി തമ്പുരാട്ടി. വരൂ അമ്മേ. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങള്. എന്നിട്ട് നിങ്ങൾ എന്ത് തീരുമാനിച്ചു? ആ, അതമ്മേ ഒന്നും അങ്ങ് തീരുമാനിച്ചിട്ടില്ല. ഉണ്ണിക്കും അവനും കൂടി ഇഷ്ടാവണ്ടേ? ആ പറഞ്ഞ പോലെ ഉണ്ണിയുടെ അതമ്മേ, അവന് രാവിലെ തൊട്ട് ചെറിയൊരു അസ്വസ്ഥത. ജോനെ വിളിച്ച് ചോദിച്ചപ്പോ ഒറ്റയ്ക്കിരുത്തിയില്ല, അവന്റെ അടുത്താക്കി. ഈശ്വരന്മാരെ, എന്താ എന്റെ കുട്ടിക്ക് പറ്റിയേ? പേടിക്കാനൊന്നുമില്ല അമ്മേ, ഞാൻ ജോയിനെ വിളിച്ചിരുന്നു. ഇപ്പൊ അവൻ ഓക്കെയാണ്. എന്റെ ഈശ്വര, എന്നാ ഇതിനൊരു അന്ത്യം. എന്റെ കുട്ടി മനസമാധാനത്തോടു കൂടി ജീവിക്കുന്നത് കാണാൻ എന്നാ എനിക്ക് ഭാഗ്യം ഉണ്ടാവാ. പിന്നെ വിശ്വ, ഉടനെ ഒരു തീരുമാനം എടുക്കാൻ വരട്ടെ. ജാതകമൊക്കെ ഒന്ന് ഒത്തുനോക്കി ഒന്നുകൂടി ഒന്ന് അന്വേഷിച്ചിട്ട് മതി. നീ എന്തായാലും ആ പണിക്കരെ ഒന്ന് വിളിക്ക്. ആ ശരി അമ്മേ. ഏടത്തി, ആ നീ വന്നോ? ആഹാ, ഇതിപ്പോ കൊറേ ഉണ്ടല്ലോ. ആ ഏടത്തി, ഫ്രഷ് സാധനങ്ങളാ. പിന്നെ വിലയും കുറവ്, അതുകൊണ്ട് ഞാൻ കുറച്ചധികം വാങ്ങി. ഇവിടേക്കും കൂടി കുറച്ചെടുക്കാലോ. റേഷൻ ഏകദേശം തീരാറായി. പിന്നെ അവന്റെ ഓഫുള്ള ദിവസം നോക്കിയിട്ട് വേണം പുറത്തു പോയിട്ട് സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട്. ആ നിനക്കപ്പം മാധവേട്ടൻ പോയപ്പോ പറയായിരുന്നില്ലേ ഒരുമിച്ച് മേടിക്കായിരുന്നല്ലോ? അതൊന്നും സാരില്ലേ എടുത്തി. പിന്നെ അവന്റെ കൂടെ പോയി അവന് ഇഷ്ടമുള്ളതും കൂടി മേടിക്കാലോ. ആ അതും ശരിയാ. അല്ല, മാർക്കറ്റില് തിരക്കുണ്ടായിരുന്നോ സുഭദ്രേ? ഏയ്, അങ്ങനെ പറയത്തക്കവണ്ണം തിരക്കൊന്നും ഉണ്ടായില്ല ഏട്ടത്തി. എനിക്ക് പച്ചക്കറി അതൊക്കെ തെരഞ്ഞെടുത്ത് വാങ്ങിക്കാൻ തന്നെ പറ്റി. പിന്നെ വരണ വഴിക്ക് ആ ജംഗ്ഷന്റെ അവിടെ പെട്ടിയോട്ടയില് കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വിൽക്കണ കണ്ടു. കണ്ടപ്പോ നല്ലതാ, അപ്പൊ വാങ്ങിക്കാന്ന് വിചാരിച്ചു കുറച്ച്. ആ അത് പറഞ്ഞപ്പോഴാ എന്റെ ഏടത്തി, ഇന്ന് ഞാൻ വരണ വഴിക്ക് ആ സുമതീനൊന്ന് കണ്ടു. ഓഫ്, പെണ്ണിപ്പൊ നിലത്തൊന്നുമില്ലേ. അതെന്താ സുഭദ്രേ? ആ ചേച്ചി അറിഞ്ഞു കാണാൻ വഴിയില്ല. നമ്മുടെ ആ മംഗലശ്ശേരിയിലെ കുട്ടിയില്ലേ, ആ വിശ്വൻ, അദ്ദേഹത്തിന്റെ മോൻ, നമ്മുടെ കണ്ണന്റെ കൂട്ടുകാരൻ. ആ ആ ആ അവനും പിന്നെ ഇവളുടെ മോളായിട്ടുള്ള കല്യാണം ഏകദേശം ഉറപ്പിച്ചത്ര. പക്ഷെ സുഭദ്രേ, ആ മോൻ അതെന്തോ മനസ്സിന് സുഖമില്ലാത്തൊരു കുട്ടിയല്ലേ? എന്റെ ചേച്ചി, ആ കുട്ടി ചെറുപ്പം തൊട്ടേ ഒരു പ്രത്യേക സ്വഭാവക്കാരനാ. അങ്ങനെ അധികം ആൾക്കാരോടൊന്നും കൂട്ടുകൂടില്ല. പിന്നെ അവന്റെ അനിയത്തിയുടെ മരണശേഷം അവൻ ഇങ്ങനെയൊക്കെ ആയത്. എങ്ങനെ ആവാണ്ടിരി അമ്മ അതിരി ഉള്ളംകൈയിൽ വെച്ചിട്ടല്ലേ അവൻ ആ കുഞ്ഞിനെ കൊണ്ട് നടന്നിട്ടുണ്ടായിരുന്നേ. അതിന്റെ വിധി. എന്നിട്ട് വിവാഹം ഉടനെ ഉണ്ടാവോ?
എനിക്കറിയില്ല എൻ്റെ അടുത്തി, ഞാനിതൊന്നും ചോദിക്കാൻ നിന്നില്ല. പിന്നെ ഈ കേട്ട വാർത്ത എങ്ങാനും ശരിയാണെങ്കിൽ ആ കൊച്ചിന്റെ കഷ്ടകാലം. നല്ല കൂട്ടങ്ങളായിട്ടാ ബന്ധം സ്ഥാപിക്കാൻ നിക്കണേ. ശരി തന്നെയല്ലേ ഞാൻ പറഞ്ഞത്? പിന്നെ അവൻ എനിക്ക് എൻ്റെ മോനെ പോലെ തന്നെയാ. ഈ മുറ്റത്തും കളിച്ചു വളർന്നു നടന്നവനല്ലേ. പാവം കുട്ടി. പിന്നെ ആകെയുള്ള ഒരു ആശ്വാസം അതിന്റെ ചികിത്സയ്ക്കായിട്ട് ദൂരെയുള്ളൊരു ഏതോ പ്രഗത്ഭനായ വൈദ്യരുടെ അടുത്തേക്ക് കൊണ്ടുപോണ്ടെന്നാ കണ്ണം പറയണ കേട്ടതാ. അതെങ്കിലും ഒന്ന് ബലം കണ്ടാ മതിയായിരുന്നു. ഹലോ ലേഡീസ്. നീ ഇതെപ്പോ വന്നു? ആ, ഞാൻ വന്നിട്ട് കുറച്ചു നേരമായി. പിന്നെ അവിടെ വീട് പൂട്ടിയിരിക്കണം കണ്ടപ്പോ തന്നെ മനസ്സിലായി പരദൂഷണം പറയാനായിട്ട് മമ്മി ജാൻ ഇങ്ങോട്ടേക്കാണ് ലാൻഡ് ചെയ്തിരുന്നത്. എന്നിട്ട് എന്തായി, ചൂടോടെ വിളമ്പിക്കൊടുത്തോ? എടാ നിന്നെ ഇന്ന്. അയ്യോ അമ്മേ, വിട് വിട്, സോറി അമ്മായി. എന്റെ പൊന്നെ സുഭദ്ര, അവനൊന്ന് വിട്. വീട്ടിലോട്ട് ആടാ ഇനി അമ്മാന്ന് വിളിച്ചിട്ട്. ആ, അതാലോചിക്കേണ്ടിയിരിക്കുന്നു. അമ്മായി എന്നെ ദത്തെടുക്കൂ. ഇവനെ കൊണ്ട്. നിനക്ക് ചായ എടുക്കട്ടെ? ചായ മാത്രം പോരാ, കനത്തിൽ എന്തെങ്കിലും തിന്നാനും വേണം. കനത്തിൽ വിഴുങ്ങാൻ അവിടെ അമ്മിയിരിക്കുന്നുണ്ട്. ദത്തുപുത്രൻ അതും വിഴുങ്ങിയിട്ട് അവിടെ ഇരുന്നോ. ആഹാ, അടിപൊളി. ഇവിടുന്ന് പോണേന് മുമ്പ് ചിരിച്ചു വന്നേക്കാം. ഓ അമ്മേ, ഭാര്യരളിയൻ ഇവിടെ ഉണ്ടായിരുന്നോ? ഏ, ഇങ്ങോട്ട് വാട കുരുട്ടേ നീ. അയ്യോ അമ്മേ അമ്മേ, അമ്മായി എന്റെ ചെവി. വിടറ എന്റെ കുഞ്ഞിനെ. അല്ലേ, ചെക്കന് വന്നു എന്ന് തീരെ ബഹുമാനില്ലാണ്ടായി. അതവന് കിട്ടിയത് പാകത്തിന് തന്നെയാ. മൂത്തവരോട് എങ്ങനെയാ സംസാരിക്കണ്ടേന്ന് അറിയില്ല ചെക്കന്. ഈ ഏടത്തി, അവൻ കുഞ്ഞല്ലേ. അമ്മായി എനിക്ക് വിശക്കണു. അയ്യോ മോനെ, ചായ ആവണേയുള്ളൂല്ലോ. മോന് ബിസ്ക്കറ്റ് തരട്ടെ? നല്ല ചൂടുള്ള മുരിഞ്ഞ പരിപ്പുവടി ആയാലോ? ശരിക്കും? ഹായ്, എന്താ ചെക്കൻ്റെ ഒരു ചിരി. വേണ്ട വേണ്ട, ഞാനിവിടെ പഴംപൊരി ഉണ്ടാക്കുന്നുണ്ട്. ആ, അതിന്റെ കൂടെ ഇതുവരുന്നോട്ടെ. എന്തു പറയുന്നു? വാടച്ചക്ക, ലെറ്റ്സ് ഗോ. ഞങ്ങള് പോയി. അവര് പോയിട്ട് വരട്ടെ ഇടത്തി, ഞാൻ അപ്പോഴേക്കും ചായക്ക് വെള്ളം വെക്കാം. ആഹാ, നല്ല പോളിംഗ് ആണല്ലോ. ഇത് കൊറേ ഉണ്ടല്ലോ. ആ, കൈ എഴുകിയിട്ട് വാ പെണ്ണെ. ഓ അല്ല മോളെ, മോൾക്ക് ഇതെന്ത് പറ്റി? മുഖത്തിനൊക്കെ ആകെ ഒരു വാട്ടം പോലെ. ഒന്നില്ല അമ്മായി, കുറച്ചു നാളായിട്ട് അടുപ്പിച്ച് നല്ല ജോലി ഉണ്ടായിരുന്നു, അതിന്റെയോ. തീരെ വയ്യാത്ത പോലെ ഉണ്ടല്ലോ മോളെ. ഹോസ്പിറ്റൽ പോണോ? എനിക്ക് അതിന് മാത്രം കുഴപ്പമൊന്നുമില്ല കണ്ണേട്ടാ. ഇത് കുറച്ചു നാൾ കഴിഞ്ഞാൽ മാറിക്കോളും. മാറും മാറും. അതിന് ജോലി ചെയ്യുന്നതിനനുസരിച്ചേ ഉള്ളിലോട്ട് മെല്ലെ ചെല്ലണം, എന്നാലേ ഒരു മനുഷ്യക്കോലൊക്കെ വരുള്ളൂ. അതെങ്ങനെയാ, നേരത്തിനും കാലത്തിനും വല്ല കഴിച്ചാലല്ലേ. ഇനി അഥവാ കഴിക്കായിരുന്നാലോ, എന്തേലും നുള്ളി പറക്കി തിന്നിട്ട് അങ്ങ് എണീറ്റ് പോകും. വഴിപാട് പോലെ ആർക്കോ ചെയ്യണ വേണ്ടി. എന്താ മോളെ ഇത്? സമയത്തിന് ഭക്ഷണം ഒന്നും കഴിച്ചില്ലെങ്കിൽ എങ്ങനെയാ? തളർച്ച വരും. അതിനിപ്പോ ഫുൾ ടൈം ചേച്ചി ബിസിയാ, എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്തോണ്ടേയിരിക്കും. ഒന്നും മര്യാദയ്ക്ക് കഴിക്കൂല. ഇപ്പൊ തന്നെ നോക്കിയേ, എന്തൊരു ക്ഷീണാ മുഖത്ത്. ചേച്ചി അവിടെ ഇരുന്നേ, എന്നിട്ട് ആ ചായ കുടിക്കി, ആ തളർച്ചയൊക്കെ ഒന്ന് മാറട്ടെ. അതെ, നീ അവിടെ ഇരിക്കും മാളൂട്ടി, എന്നിട്ട് എന്താ വേണ്ടതെന്ന് വെച്ചെടുത്ത് കഴിക്കി. ഓ, ഇത് എത്രാമത്തെയാടാ? എത്രാമത്തെയാണെങ്കിൽ ചേച്ചിക്ക് എന്താ, അവിടെ ഇരുന്ന് കഴിച്ചാ പോരെ? ഓ ശരി, കഴിച്ചോളാം, ഞാനിത് അങ്ങോട്ട് ഇട്ടു. രണ്ടിന്റെ മേടിക്കും, മര്യാദക്കിരുന്ന് കഴിച്ചോ. അല്ല പിന്നെ എന്റെ സുഭദ്രേ, എനിക്ക് വയ്യ കുറ്റകളെ കൊണ്ട്. അവൻ കുഞ്ഞാണെന്നെങ്കിലും പറയാം, എന്നാ ഇവളോ കെട്ടിക്കാൻ പ്രായമായി, എന്നിട്ട് കുട്ടികളെ മാറിയിട്ടില്ല. അതെ, പാവളിയൻ അനുഭവിക്കാൻ കിടക്കണല്ലോ. നിന്നെ രണ്ടൊന്നും നിർത്തിക്കേ. കെട്ടിക്കണ കാര്യം പറഞ്ഞപ്പോഴാ, നിങ്ങളുടെ ആ കൂട്ടുകാരനില്ലേ, ആളുടെ കല്യാണം ഉറപ്പിച്ചെന്ന് കേട്ടല്ലോ.
ആ മംഗലശ്ശേരിയിലത്തെ ചേട്ടന്റെ. നീ ഇതെങ്ങനെ അറിഞ്ഞു? ഓ, അതിന് ഈ നാട്ടിൽ അറിയാൻ ബാക്കിയായിട്ട് ആരും ഉണ്ടാവില്ല. മാതിരി പ്രകടന ആ പുട്ടിബോധം അതിന്റെ വാലുകളും ചേർന്ന് നടത്തണേ. എന്താ അമ്മൂത്? പിന്നല്ലാതെ പറയാതെ വയ്യ ചേച്ചി. അമ്മാതിരി ഷോ അതവിടെ കിടന്ന് നടത്തണേ. ഓടിച്ചെന്നൊന്ന് പൊട്ടിക്കാനാ തോന്നിയത്. അല്ല, അറിയാൻ വയ്യാത്തോണ്ട് ചോദിക്കുക. അങ്ങേർക്ക് വേറെ നല്ല ബന്ധമൊന്നും കിട്ടിയില്ലേ? നീ ഇത് എന്തറിഞ്ഞിട്ടാ? അവർ ജസ്റ്റ് കാണാൻ പോയിന്നേ ഉള്ളൂ, അല്ലാതെ ഉറപ്പിച്ചിട്ടൊന്നുമില്ല. ജാതകം കൂടി നോക്കിയിട്ടില്ല, പിന്നെയാണ്. നോക്കിയും കണ്ടൊക്കെ കെട്ടാൻ പറ, അല്ലെങ്കിൽ ചിലപ്പോ അയാളുടെ സമനില മുഴുവനായിട്ട് അങ്ങ് തെറ്റും. അമ്മു മതി നിർത്ത്. അറിയാത്ത കാര്യത്തിനെ കുറിച്ച് എന്തിനാ നമ്മൾ അഭിപ്രായം പറയാൻ നിൽക്കട്ടെ? അതെ, അവര് കെട്ടാണ്ടിരിക്കേ എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ. നീ കഴിച്ചു കുടിച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ ആ ഗ്ലാസ് ഒക്കെ ഒന്ന് കഴുകി വെച്ചേ പോയിട്ട്. കിട്ടിയല്ലോ. ദുഷ്ട. ഈ ഏടത്തേക്ക് ഇതെന്താ? മോളതവിടെ വെച്ചിട്ട് പൊക്കോ, അമ്മായി കഴുകിക്കോളാം. നന്നായി. നീ ഇങ്ങനെ തന്നെ അവളെ ശീലിപ്പിച്ചോ. അവിടെ വന്നു കഴിഞ്ഞാലേ ഒരു പണി ചെയ്യില്ല അവള് പിന്നെ. ആയിക്കോട്ടെ, എനിക്കതിലൊരു പ്രശ്നവുമില്ല. അവിടേക്ക് വരണതേ അവളെ പണിക്കാരിയായിട്ടല്ല, എന്റെ മോനും എനിക്കും കൂട്ടായിട്ടാ, എന്റെ മോളായിട്ട്. അതിനിപ്പോ എന്താ? അതാണ് എന്റെ അമ്മായി. ഐ ലവ് യു സോ മച്ച് ഉമ്മ. പിന്നെ അത്യാവശ്യം പണിയൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. നിങ്ങളിരിക്കെ, ഞാൻ എന്തായാലും ഒന്ന് കുളിച്ചിട്ട് വരാം. ശരി മോളെ, മോള് ചെല്ല്. ഈശ്വര, നിങ്ങൾ ഇരുവരും കുട്ടികളോട് വിവാഹകാര്യം സൂചിപ്പിച്ചിരുന്നു അല്ലേ? എന്താ തിരുമേനി? അത് ഈ രണ്ട് ജാതകങ്ങളും തമ്മിൽ ചേരില്ല. അയ്യോ, എന്താ തിരുമേനി? എന്താ പ്രശ്നം? പ്രശ്നങ്ങളേ ഉള്ളൂ. ഒന്നാമത് ജാതകത്തിലെ പൊരുത്തം 10-ല് 4 കാണുന്നുള്ളൂ. പിന്നെ ഒരു ജാതകത്തില് നമ്മൾ പൊരുത്തം നോക്കുകയാണെങ്കിൽ അതിലൊരു ഘടകം ഞാനൊരു ഉദാഹരണമായിട്ട് പറയാം. ഒരാൾക്ക് കഷ്ടകാലം വന്നാൽ മറ്റാൾക്ക് നല്ല കാലമാവണം ആ സമയം. എന്നാലേ ജീവിതം വലിയ തെറ്റില്ലാണ്ട് മുന്നോട്ട് പോവുകയുള്ളൂ. പക്ഷേ ഇവിടെ ഈ നാളുകൾ തമ്മിൽ ചേർന്നാൽ ഒരാൾക്ക് കഷ്ടകാലമാണെങ്കിൽ മറ്റേയാൾ അത്രയും വലിയ കഠിനമായ പ്രതിസന്ധിയിലൂടെ ആയിരിക്കും കടന്നു പോകേണ്ടി വരിക. പിന്നെ ചില ഗ്രഹനിലയുടെ സ്ഥാനം അനുസരിച്ച് അകാല മൃത്യു വരെ സംഭവിച്ചേക്കാം. തിരുമേനി, അതാ ഞാൻ ആദ്യമേ പറഞ്ഞത്, രണ്ട് ജാതകങ്ങളും തമ്മിൽ ചേരില്ലാന്ന്. അല്ല, എന്തിനും ഒരു പ്രതിവിധി കാണുമല്ലോ, പരിഹാരം വല്ലതും? താൻ എന്താടോ ഈ പറയണേ? ഇത്രയും ഞാൻ പറഞ്ഞതൊന്നും തനിക്ക് മനസ്സിലായില്ലേ? പ്രതിവിധികൾ ചിലപ്പോ ഉണ്ടാവും, പക്ഷേ ആ കുട്ടിയുടെ ഒരു അവസ്ഥ വെച്ചിട്ട് ഇപ്പോ അതിനുള്ള സമയമാണോ? ചിലപ്പോ ഇത് ജീവിതകാലം മുഴുവനും പ്രതിവിധി ചെയ്തുകൊണ്ടേ ഇരിക്കേണ്ടി വരും. അതിലും ഭേദം ഈ കല്യാണം അങ്ങ് നടത്താണ്ടിരിക്കല്ലേ. എന്തിനൊരു ഭാഗ്യപരീക്ഷണം? അല്ല വേണ്ട, ഇതിനി മുന്നോട്ട് കൊണ്ടുപോണ്ട. തമ്പുരാൻ. അതേ ശേഖര, തിരുമേനി പറയണ പോലെ ഒരു ഭാഗ്യപരീക്ഷണത്തിന് പറ്റില്ല. ഒന്നോ പോയി. ഇനി ഒരാളെ കൂടിയും എനിക്ക് പറ്റില്ല ഇനി ഒരു ആഘാതം താങ്ങാനായിട്ട്. ഈശ്വര, ഞാൻ ഇനി എന്റെ മോളോട് എന്ത് പറയും? എന്ത് പറയാൻ? ഈ കാര്യങ്ങളൊക്കെ അങ്ങ് തെളിച്ച് പറയാ. തനിക്ക് തന്റെ മോളുടെ ജീവനല്ലേ വലുത്. പിന്നെ വിവാഹം ഉറപ്പിച്ചിട്ടൊന്നുമില്ലല്ലോ. ഒന്ന് വന്ന് കണ്ടിട്ട് പോയി, അത്രയല്ലേ ഉള്ളൂ. അത് അങ്ങോട്ട് നിർത്തിയേക്ക്. താൻ പേടിക്കണ്ട, ആ കുട്ടിക്ക് പറ്റിയയാളെ കാലം കൊണ്ട് ചേർത്ത് തരും. താൻ ഇങ്ങനെ വ്യാകുലപ്പെടാതിരിക്കുക. പിന്നെ തമ്പുരാൻ തന്ന പരിഹാരക്രിയകളെല്ലാം മുടങ്ങാതെ ചെയ്യാം.
ഫലം ലഭിക്കും. ആ ശരി തിരുമേനി. എന്നാ ഞാൻ ആ അങ്ങനെ ആവട്ടെ. എനിക്ക് മനസ്സിലാക്കാൻ പറ്റും ശേഖരന്റെ മാനസികാവസ്ഥ. എന്തായാലും കുട്ടികളുടെ നല്ലതിനു വേണ്ടിയല്ലേ. ഇതുകൊണ്ടൊക്കെ തന്നെയാ ഞാൻ ജാതകം നോക്കണമെന്ന് പറഞ്ഞത്. ഒരു ദുരന്തം ഇങ്ങനെ ഒഴിവായി അങ്ങനെ വിചാരിച്ചാൽ മതി. തന്റെ മോൾക്ക് നല്ലൊരു ആലോചന കിട്ടട്ടെ. എന്ത് സഹായം വേണമെങ്കിലും ഞാൻ ചെയ്തു തരാം. ആ, ഉം. ശരി തമ്പുരാൻ. ആ, എന്നാ ഞാൻ ഇറങ്ങട്ടെ. ആ ആയിക്കോട്ടെ. ഓ അയാളുടെ ഒരു ഛേ. ഈശ്വര, ഈ ചുറ്റുള്ളവരോടൊക്കെ ഞാനിനി എന്ത് പറയും? ഹ്, എന്തൊക്കെ സ്വപ്നങ്ങളായിരുന്നു ഞാൻ നെയ്തു കൂട്ടിയത്. ഇവളെങ്ങോട്ട് കെട്ടിച്ചയക്കുന്നു, നമ്മള് പടിപടിയായി ഉയരുന്നു, ഒക്കെ വെള്ളത്തിലായില്ലേ. ഓ നീയൊന്നും മിണ്ടാതിരിക്കണ്ട സുമതി. ഓ, ഞാനിപ്പം മിണ്ടതാവും കുറ്റം. വെറുതെ ഉറങ്ങിക്കിടക്കണോന്ന് എണീപ്പിച്ച് എല്ലിട്ടിട്ട് ചോടില്ല എന്ന് പറയണ പോലെ. അച്ഛൻ ഈ ജാതകം നോക്കണ്ട, കല്യാണം പ്രൊസീഡ് ചെയ്യാന്നൊന്ന് പറഞ്ഞാ പോരായിരുന്നോ? ഞാൻ എന്ത് പറയാനാ? ആ ജോത്സ്യനും അങ്ങേരും കൂടി അമ്പിന് വില്ലിന്റെ അടുക്കണ്ടേ. അങ്ങോർക്കാണെങ്കിൽ ഇയാള് പറയണതാ വേദവാക്യം. ഇത് പിന്നെ നടക്കൂല, പരിഹാര പൂജ ചെയ്തിട്ട് കാര്യമില്ല എന്ന് അങ്ങേര് തീർത്തും പറഞ്ഞു. ഛേ, ഇതൊക്കെ കേട്ടിട്ട് എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നുണ്ട്. ഹ്, കണ്ടോ, അവൾക്ക് വിഷമായി. നീ ഒന്നും മിണ്ടാണ്ട് ഏറ്റു പോയിക്കേ, അല്ലെങ്കിൽ ഈ മനുഷ്യന് സ്വസ്ഥതയില്ല. ഓഫ്, ഇതൊക്കെ ഇങ്ങനെ വരുന്നത് ഞാൻ അറിഞ്ഞു. ഓ, ഇനി എന്റെ മക്കട്ടേക്ക് ചാടി അടിക്കാൻ വാ. പുരത് ചെയ്തു കൂട്ടപ്പോ ആലോചിക്കണായിരുന്നു. ആർച്ച കൂടിയിട്ടാ. കുമാരേട്ടോ, ഒരു സ്ട്രോങ് ടീ. ആ നീയോ? ഇപ്പൊ എടുക്കാം, ഒരു മിനിറ്റ്. ഹായ്, ഓൾഡീസ് ഗ്യാങ് എല്ലാം പ്രസന്റ് ആണല്ലോ. ഓ നീ ഈ പ്രായമൊക്കെ എത്തും. അപ്പോഴേ നിന്റെ പിള്ളേരുടെ പിള്ളേര് വിളിച്ചു ഇതിനും വലുത്. അത് കേൾക്കാനുള്ള ഭാഗ്യം സർവേശ്വര നിനക്ക് തരട്ടെ. ഹായ്, അപ്പോഴേക്കും വേണമെങ്കിൽ ഞാനൊരു തമാശ പറഞ്ഞതല്ലേ. പിന്നെ എന്തായാലും ഇത് വരവ് വെച്ചിരിക്കുന്നു. ഏതായാലും ആ പ്രായം എത്താൻ പ്രാർത്ഥിക്കട്ടെ. അതിനു മുമ്പേ തട്ടിപ്പോയില്ലല്ലോ. എന്നാ ചായ. അല്ല എന്ത് കഴിക്കാൻ എന്തേലും വേണോ? ഏയ് ഒന്നും വേണ്ട. എന്താണ് ചെയ്ത ജോലിയും കൂലിയൊക്കെ ആയ സ്ഥിതിക്ക് ഈ അടുത്തെങ്ങാനും ഒരു സദ്യ ഉണ്ണാനുള്ള കോളുണ്ടാവോ? ആഹാ, കാരണവര് നാടിനീളെ സദ്യ ഉണ്ണാറിഞ്ഞിരിക്കുക. നിങ്ങൾ എന്തൊരുമാതിരി കുടുംബശ്രീയിലെ ചേച്ചിമാരെ പോലെ. ഞാൻ കല്യാണം കഴിക്കണില്ല, സന്യസിക്കാൻ അങ്ങ് തീരുമാനിച്ചു. അപ്പോഴോ? ആ വളരെ മികച്ച തീരുമാനം. ആ അതെ, ഏതോ ഒരു പെൺകൊച്ച് രക്ഷപ്പെട്ടു. നിനക്കിതില് കോടി പുണ്യം കിട്ടും മോനെ. ഇവിടെ പൂച്ചോ, അപ്പൊ ഇതാണ് മനസ്സിലിരിപ്പല്ലേ. ഇതിനുള്ള പ്രതികാരമായിട്ടേ ഞാൻ കിട്ടിയ 5-6 പിള്ളേരായിട്ട് അവരുടെ പേരിടൽ ചടങ്ങിന് നിങ്ങൾ നേരിട്ട് വന്ന് വിളിക്കും, നോക്കിക്കോ. അരിശേ, ഇതെന്ത് പ്രതികാരാടാ? ആ എന്റെ പ്രതികാരമൊക്കെ ഇങ്ങനെയാ. ഹിഹിഫ. ഹലോ, ഒരു 10 മിനിറ്റ്, ഞാനിപ്പോ അവിടെ എത്താം. ആടാ ധൃതി പിടിക്കണ്ട, നീ സാവധാനം വന്നാ മതി. ആ ആടാ. ആടാ ശരി. അമ്മേ. ഓഫ്, കൊല്ലൂടെ പന്നി നീ. ഉം, അല്ല, എന്തു പറ്റി? മംഗലശ്ശേരിയിലെ കൊച്ചു തമ്പുരാൻ പതിവില്ലാതെ അടിയന്റെ അടുത്തേക്ക്. ഓ നോക്കി പേടിപ്പിക്കണ്ട, ഞാൻ ചുമ്മാ പറഞ്ഞതാ. ഏതായാലും വാ. നീ ചായ കുടിച്ചാണോ? വേണ്ട. നീ കുടിച്ചു കഴിഞ്ഞിട്ട് വാ, എനിക്ക് കുറച്ച് സംസാരിക്കണം. ആ എന്റെ കഴിഞ്ഞു, ഞാൻ തപ്പ വരാം. കുമാരേട്ടോയ്, എന്റെ ഗ്ലാസ് ഇവിടെ വെച്ചിണ്ടേ. ആ അപ്പൊ ജാതക രക്ഷയ്ക്ക് എത്തിയില്ലേ. ഉം, നന്നായി. എന്തായാലും ആ ബന്ധം നിനക്ക് ചേരുന്ന ഒന്നല്ല. നീ ഇത് എന്തറിഞ്ഞിട്ടാ ഞാൻ ഈ കല്യാണം എന്നുള്ള ഏർപ്പാടേ വേണ്ടെന്ന് വെച്ചതാ. പിന്നെ അച്ഛൻ്റെ അമ്മയുടെ സങ്കടം കണ്ട് നിൽക്കാൻ പറ്റാണ്ട് എപ്പോഴോ സമ്മതിച്ചു പോയതാ. ഡാ,
അതവരാഗ്രഹിക്കണതിൽ തെറ്റു പറയാൻ പറ്റൂ. നിനക്കും വേണ്ടേ കുടുംബവും ജീവിതത്തിൽ ഒരു കൂട്ടമൊക്കെ? എത്ര കാലം എന്ന് വെച്ചിട്ടാ ഒറ്റയ്ക്ക് ഇങ്ങനെ? എന്റെ അവസ്ഥ അറിഞ്ഞിട്ടുള്ള നീ തന്നെ ഇത് പറയണം. നിന്റെ എന്താ അവസ്ഥ? നിനക്ക് അതിന് എന്താ പ്രശ്നം? വെറുതെ ഓരോന്ന് ചിന്തിച്ചു കൂട്ടല്ലേ രുദ്ര നീ. ഉം. ഉം. Yes. അവന്റെ കോപ്പിലൊരു കൊലച്ചിരി. ഹലോ ഡാ, നീ എവിടെയാ? ആ, നീ എത്തിയോ? ആ, ഒരു കാര്യം ചെയ്യ്, നീ ആ ചായക്കടയുടെ അവിടേക്ക് വാ, ഞാൻ അങ്ങോട്ടേക്ക് എത്താം. ആ, ആടാ ശരി. ഡാ, ഒരു 5 മിനിറ്റ്. ആ മനോജിന്റെ പാഴ്സലേ എന്റെ കയ്യിൽ പെട്ടുണ്ട്. ഒരു 5 മിനിറ്റ്, ഞാൻ അത് കൊടുത്തിട്ട് വരാം. അവൻ ആ ചായക്കടയുടെ അവിടെ ഉണ്ട്. ആടാ, നീ ചെല്ല്, ഞാനിവിടെ ഉണ്ടാവും. ആ, വണ്ടി ഇവിടെ വെച്ചിട്ട് നീ ഇതെവിടെ പോയി കിടക്കായിരുന്നു? ഞാൻ ആ അമ്പലക്കുളം വരെ ഒന്ന് പോയതാടാ. രുദ്രനും ഉണ്ട്. അത് വെറുതെ അവിടെ പോയി ഒന്ന് ഇരിക്കാൻ. ഏ, അവനും ഉണ്ടോ? അവനെ കുറെ നാളായി കണ്ടിട്ട്. ഉം. ഇപ്പൊ എന്തായാലും കുറച്ച് അർജന്റാ. ഞാൻ അന്വേഷിച്ചു എന്ന് പറഞ്ഞേക്ക് അവനോട്. ആടാ, ഞാൻ പറയാം. അല്ല, എന്തായിടാ അവളുടെ അച്ഛന്റെ കാര്യം? ആ, പേടിക്കാനൊന്നുമില്ലടാ. അത് റൂമിലേക്ക് ഷിഫ്റ്റ് ആക്കിയിട്ടുണ്ട്. ഞങ്ങളിപ്പോ അങ്ങോട്ടേക്ക് പോവാ. ആ, എന്നാ ഇനി വൈകിക്കണ്ട, ചെല്ലെന്നാ. ഓക്കേടാ, താങ്ക്സ്. ആടാ, ചെല്ല്. കണ്ണേട്ടാ, ആ, അമ്മു നീയോ? എന്താ അവിടെ? ഏയ്, ഒന്നുമില്ലടി. അത് മനോജിനൊരു പാഴ്സൽ കൊടുക്കാണ്ടായി. അവനപ്പോ പോകുന്ന വഴിക്ക് കൈയോടെ വന്ന് മേടിച്ചതാ. ഉം. വാ, അങ്ങോട്ട് നീക്കാം. ഏ, എന്തിനാ? ആ, ഇങ്ങോട്ട് വാ പെണ്ണെ. ഉം, ഏയ്. ആ ചായക്കടയുടെ ഉള്ളിലേ കുറച്ച് ന്യൂസ് പേപ്പർ ഏജൻസ് ഉണ്ട്. ഇനി ഇതും കൂടി കണ്ടിട്ട് മതി അവർക്കൊരു വിഷയമായി കരക്കമ്പി അടിച്ച് പരത്താൻ. പിന്നെ നമ്മുടെയൊക്കെ നല്ല ബെസ്റ്റ് ടൈം ആയതുകൊണ്ടേ കറക്റ്റായിട്ട് നിന്റെ അച്ഛന്റെ ചെവിയിൽ എന്നെ വന്നെത്തും. അയ്യോ, എന്നാ ഞാൻ പോട്ടെ. ആ, അങ്ങനെ പോവല്ലേ, കണ്ടാലല്ലേ പ്രശ്നമുള്ളൂ. അയ്യേ, വീട് കണ്ണേട്ടാ, ആരെങ്കിലും കാണും, ഞാൻ ചെല്ലട്ടെ. ആ, നിക്ക് പെണ്ണെ, ആരും കാണില്ല. ഇനി അത്ര നിർബന്ധമാണെങ്കിൽ ഒരു മുത്തുകൊപ്പ് തന്നിട്ടങ്ങ് പോവാം. അയ്യേ, വൃത്തിയായിട്ട മനുഷ്യൻ. ഇപ്പോഴും ഈ വിചാരം മാത്രമേ ഉള്ളൂ. ഓ, ഇപ്പൊ നമ്മള് മോശക്കാര്. ഒരു ഉമ്മ ചോദിച്ചാനാ അവൾ ഇത്രയ്ക്ക് ചാടി ഇറക്കണം. വേറെ ആരുമല്ലല്ലോ, നിന്നെ കെട്ടാൻ പോകുന്നവനല്ലേ. മോൾക്ക് ചേട്ടന്റെ റേഞ്ച് ശരിക്കും മനസ്സിലാവാത്തോണ്ടാ. എത്ര പെൺകുട്ടികളാന്നറിയോ എന്റെ ഒരു നോട്ടം കിട്ടാൻ വേണ്ടി മാത്രമായിട്ട് ക്യൂ നിക്കണേ. ആ, അത് ശരി. അപ്പൊ കോഴിക്കുഞ്ഞെ കളക്ഷൻ എടുക്കാൻ വന്നാണല്ലേ? നിന്നെ അയ്യോ കണ്ണേട്ടാ. മോളിലോട്ട് പോ. കളക്ഷൻ എടുപ്പ് എങ്ങനെയാന്നോ ഞാൻ കാണിച്ചു തരാം. അയ്യോ കണ്ണേട്ടാ, വിട്ട്. ഉം, ഉം. അയ്യോ കണ്ണേട്ടാ, പ്ലീസ് വിട്ട്. ചേച്ചി ഏ, മാളു, എവിടെ? മാറങ്ങോട്ട്. ഒരു കുത്തി ചമ്മാണ്ടല്ലോ. ചേച്ചി ഇനി എന്നെ നോക്കി നിൽക്കണുണ്ടോ? ഏ, നീ ഒറ്റയ്ക്കല്ലായിരുന്നോ? ഞാൻ അവളെ കണ്ടില്ലല്ലോ. അതേട്ടാ, ആ ഗ്രൗണ്ട് എത്തണ വരെ ചേച്ചി എന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ കണ്ണേട്ടന് അറിയില്ലേ ചേച്ചിക്ക് ഈ അമ്പലം താമരയും കണ്ട പ്രാന്താണെന്ന്. അമ്പലത്തിൽ പോയി തൊഴുതിറങ്ങി വരുമ്പോ ലേറ്റ് ആവല്ലോ എന്ന് വിചാരിച്ചിട്ടാ ആദ്യം അങ്ങോട്ടേക്ക് പോയത്. അതും പറഞ്ഞു വന്നപ്പോഴാ ഞാൻ എന്റെ കൂട്ടുകാരി രാഗീനെ കണ്ടത്. ചേച്ചി അത് പൊട്ടിക്കാൻ പോയപ്പോൾ ഞങ്ങളിവിടെ സംസാരിച്ചിരുന്നു. അവളായിട്ട് സംസാരിച്ച് നടന്ന് ഞാൻ പകുതി ദൂരെത്തി. അപ്പോഴാണ് ഞാൻ കണ്ണേട്ടനെ കണ്ടേ. ചേച്ചി ഉണ്ടെന്ന് ഓർക്കാതെ ഞാൻ നേരെ ഇങ്ങോട്ടാ പോന്നു. പക്ഷെ ആ ഭാഗം അടച്ചിട്ടിരിക്കായിരുന്നില്ലേ? അടച്ചിട്ടിരിക്കായിരുന്നു, പക്ഷെ ഇപ്പൊ അത് തുറന്നു. ആ മതിൽക്കെട്ട് വഴി ഇറങ്ങാന്ന് വിചാരിച്ചതാ, പക്ഷെ അവിടെ നിറച്ച് പൂപ്പല്. വഴുതി വീഴണ്ടാന്ന് വെച്ചിട്ട് ഇപ്പുറത്തെ സൈഡിൽ കൂടെ അമ്പലക്കുളം വഴി ഇറങ്ങാന്ന് വിചാരിച്ചു. ആഹാ, അത് ശരി. അമ്മേ, എന്താ കണ്ണേട്ടാ? നിനക്ക് എന്നതൊന്ന് നേരത്തെ പറഞ്ഞുകൂടായിരുന്നോ? ഏ, ഓ, വാ ഇങ്ങോട്ട്. ഈശ്വര, കടുവയുടെ അടുത്തോട്ടാണല്ലോ മൊയിൽ ചെന്ന് ചാടിയത്. അതിനെ കാത്തോണി ദൈവമേ.
ഈശ്വര, ഇത്ര അറ്റത്താണ്. സാരമില്ല, കുറച്ചങ്ങോട്ട് ഇറങ്ങിയിട്ട് പൊട്ടിക്കാം. ഛേ, ആവശ്യത്തിന് നോക്കി ഒരു വട്ടി കാണില്ല. ആ, ഉം, ഉം, ഛേ, ആ, ആ, കിട്ടി. ആ, അമ്മേ, ഏയ് ഉം, താമര, സോറി. ഉം. ഈശ്വര, ചേച്ചി, മോളെ ഏ, എന്താണിത്? നരസിംഹോ? ഉം. ഉം, ഉം. താങ്ക്സ്. ഏ, അ, നരസിംഹ, സേ, രുദ്ര, ഡാ അവിടെ നിന്നേ. ഉം. എന്തോ അതന്നെ എനിക്കും ചോദിക്കാറില്ലേ, എന്താ അതൊക്കെ? നീ കണ്ടില്ലേ? ദേ, ഒറ്റ വീക്ക് വെച്ച് തന്നാണ്ടല്ലോ. നീ ഇപ്പൊ കാണിച്ച അഭ്യാസമൊക്കെ എന്തിനായിരുന്നു എന്നാ ചോദിച്ചേ? നീ ഒന്ന് അടങ്ങ്. ആ പെൺകൊച്ചിത് പൊട്ടിക്കാനായിട്ടാ അങ്ങോട്ടേക്ക് വന്നത്. പിന്നെ പൊട്ടിക്കണതിന്റെ ഇടയില് കാല് വഴുതി വീഴാൻ പോയി. ഭാഗ്യത്തിന് ഞാൻ കണ്ടുകൊണ്ട് രക്ഷപ്പെട്ടു. പിന്നെ കഷ്ടകാലത്തിന് അങ്ങനെ അതിൽ വീണിരുന്നെങ്കിൽ നാട്ടുകാർ പറയും ഞാൻ അതിനെ അതിന്റെ ഉള്ളോട്ട് തള്ളിയിട്ടെന്ന്. അത് അനുകൂലിക്കും വിധം ഒരു വിശിഷ്ട പട്ടം ഞാൻ ഓൾറെഡി നേടിയെടുത്തിട്ടുണ്ടല്ലോ. ഭ്രാന്തൻ. നീ അത് വിട്. ആ, നിനക്ക് വല്ല കമ്പിയോ അത് വല്ല പാടിയോ വെച്ചിട്ടെങ്ങാനും പൊട്ടിച്ചാ പോരായിരുന്ന? ഇത് കുറച്ച് നാളായിട്ട് കെട്ടിക്കിടക്കണ വെള്ള, അതിലായിരുന്നു മോന്റെ ഒരു നീരാട്ട്. എടാ, വടി വെച്ചിട്ടൊന്നും നടക്കണ കേസല്ല അത്. ഉം. പിന്നെ ഞാനത് പൊട്ടിക്കാനായിട്ട് ഇറങ്ങിയിട്ടേ ഉള്ളൂ, മുങ്ങിന്ന് പറഞ്ഞിട്ടൊന്നുമില്ല. അത് വീട്ടിൽ പോയിന്ന് കുളിച്ചാൽ ശരിയാവും. അല്ല, ഇതാർക്ക്? ഇത് അമ്മയ്ക്കും പിന്നെ ഭാവിക്കുവാ. ഇന്നലെ തീരെ വയ്യാത്ത കാരണം അവളുടെ അടുത്തോട്ട് പോവാൻ പറ്റിയില്ല. അതിന്റെ പിണക്കത്തിലിരിക്കായിരിക്കും. നിനക്കറിയാവുന്നതല്ലേ അവളുടെ വാശി. ഇനി ഇത് കൊടുത്തിട്ട് വേണം കാന്താരിനൊന്ന് സമാധാനിപ്പിക്കാനായിട്ട്. ഉം. ഞാൻ പോട്ടേടെ വന്നോ? സമയം കിട്ടുമ്പോ നീ അങ്ങോട്ടേക്ക് വാ. അവള് നിന്നെ അന്വേഷിച്ചു. ആടാ, ഞാൻ വരാം. ഉം. നീ ചെല്ല്. ശരിടാ, കാണാം.